ദീപക് മലയമ്മ. വെരി ഗുഡ് മോർണിംഗ് ദീപക്. എങ്ങനെയാണ് NDA ക്യാമ്പ് ഇന്ന് കുറച്ചുകൂടി ഉഷാറാവുമെന്ന് തോന്നുന്നു? ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി കൺവെൻഷനിൽ എത്തുന്നതോടുകൂടി NDA ക്യാമ്പിലുള്ള ആവേശവും ഇന്ന് ഉയരും അല്ലേ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ ജ്യോതിപ്പടി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം LDFന്റെ കൺവെൻഷനൊക്കെ നടന്ന അതേ അവിടെ തന്നെയാണ് ഇന്നിപ്പോൾ NDAയുടെ കൺവെൻഷൻ നടക്കാൻ പോകുന്നത്. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ NDA മുന്നണിയിലെ BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുമെന്നുള്ളത് കൂടിയാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ എടക്കര പഞ്ചായത്തിലാണ് NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പര്യടനം നടത്തുന്നത്. അവിടെ കീ വോട്ടർമാരെ സന്ദർശിക്കുക എന്നുള്ളതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ഈ പ്രചരണം തുടങ്ങിയ ദിനം മുതൽ കാണുന്നതാണ്. ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി വലിയ ഫാമിലി എന്നുള്ള നിലയ്ക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ കാണുക, ആ കുടുംബത്തിൻ്റെ ഒന്നടങ്കം വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുന്ന തരത്തിൽ അവരോട് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് BJP ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ കൊണ്ടുപോകുന്നത്. കാരണം ഒരു കാടടച്ചിട്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഗുണകരമാകുന്നത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള നിലപാട് കൂടിയുണ്ട്. ഇതിപ്പോൾ എടക്കര പഞ്ചായത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വിവിധ നഗറുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെയുള്ള വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. ഒപ്പം ചർച്ചകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണം ഉൾപ്പെടെ ഇന്നുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വൈകിട്ട് 4 മണിക്ക് ഈ കൺവെൻഷനിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ പങ്കാളിത്തം അതിൽ ഉണ്ടാക്കുക, അതുവഴി ആളുകളെ കുറച്ചുകൂടി NDAയുമായി അടുപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, മുതിർന്ന നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് അല്പം പേർ മാത്രമാണ് മണ്ഡലത്തിലുള്ളത്. പക്ഷേ അവരുടെ കൃത്യമായ നിരീക്ഷണവും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് പ്രാദേശിക നേതൃത്വം കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത്. ഇന്നലെ കൂത്തടം പഞ്ചായത്തിലായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത്. അവിടെ കണ്ടത് ഏതാണ്ട് 100ഓളം വീടുകൾ ആദ്യഘട്ടത്തിൽ തന്നെ മാർക്ക് ചെയ്യുകയും അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് ഫോക്കസ് നൽകുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ വലിയ ആത്മവിശ്വാസം എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നതും. ഓക്കെ, NDA ക്യാമ്പിൽ ഇന്ന് ആവേശം ഉയരും. NDA ക്യാമ്പിലേക്ക് എത്തുന്നത്, കൺവെൻഷനിൽ എത്തുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്.